ഹായ്, എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു കുക്കിങ്ങോ ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ ലഞ്ച് വ്ലോഗോ അങ്ങനെയുള്ള വീഡിയോ ഒന്നും അല്ലാതെ ഒരു എന്താ പറയുന്നത് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ചെയ്യാമെന്ന് അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഒരു കോവിഡിന് ശേഷമുള്ള എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസിനെ പറ്റി സംസാരിച്ചാലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അതായത് ഈ കഴിഞ്ഞ 2 കൊല്ലമായിട്ട് എനിക്ക് വന്നുപോയ ചില അസുഖങ്ങളെപ്പറ്റി. അപ്പം 2022 എനിക്ക് കോവിഡ് വരുന്നത്. എനിക്കല്ല, ആദ്യം ശ്രീഹരിക്കാണ് വരുന്നത്. ശ്രീഹരിക്ക് വന്ന് നല്ല പനി വന്നു. അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ്, മണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ രുചി, അത് സംഭവങ്ങളൊക്കെ ഇല്ലാതായി. അങ്ങനെ ഒരാഴ്ച അങ്ങോട്ട് അതൊക്കെ ശ്രീഹരി ഒന്ന് നോർമലായി വരാറായപ്പോഴത്തേനും എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എനിക്ക് വന്നു. എനിക്കും സെയിം സിംറ്റംസ് ഒക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ പനിയെല്ലാം മാറി കഴിഞ്ഞപ്പോഴത്തേനും ഒരു ലൂസ് മോഷനും കൂടെ വന്നു. ആ ലൂസ് മോഷന് ശേഷമാണ് സത്യം പറയാലോ പല പല കാര്യങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അപ്പം ലൂസ് മോഷൻ വന്നു. ഒന്ന് തല കറങ്ങി വീഴുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ദിവസം ഒരു ലൂസ് മോഷൻ വന്നു, അങ്ങ് ശരിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കരമായി എനിക്ക് വിശക്കുന്നെങ്ങ്. അപ്പൊ എനിക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കഴിക്കാൻ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാമെന്ന് എനിക്കങ്ങ് ഭയങ്കര ആഗ്രഹം തോന്നി. ഞാൻ ചപ്പാത്തി മുട്ടക്കറി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായി. കറിയൊക്കെ ഉണ്ടാക്കി വെച്ചു. ചപ്പാത്തി ഞാനിങ്ങനെ ചുട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്കറിയത്തില്ല, എനിക്ക് എന്തോ കാലിന്റെ ഇവിടെ നിന്ന് മേളിൽ നിന്ന് ഇങ്ങനെ എരച്ച് കയറുന്ന പോലെ എന്തോ ഒരു സംഭവം എനിക്ക് സംഭവിക്കുന്ന പോലൊരു ഫീലിങ്. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് നടന്ന് ഇവിടെ ഹോളിൽ വന്നിരുന്ന് ആ കസേരയിൽ ഇരുന്നിട്ട് എനിക്ക് ശ്രീഹരിയോട് എന്തോ സംസാരിക്കുന്ന മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എന്നെ ശ്രീഹരി തട്ടി വിളിക്കുന്നതാണ് ഞാൻ ഓർക്കുന്നത്. പക്ഷെ എനിക്ക് അപ്പോഴും ഭയങ്കര വിശപ്പ്. പിന്നെ ഞാൻ ആഹാരം കഴിച്ചു. ആഹാരമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു സമാധാനമൊക്കെ തോന്നി. അപ്പം അന്നെന്ന് പറയുന്നത് ഇവിടുത്തെ ഹോസ്പിറ്റലിൽ പോകുന്നതൊന്നും അതുവരെ അതിനു മുമ്പ് വരെ ഞങ്ങൾ ഇവിടുത്തെ ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ പോയിട്ടൊന്നുമില്ല, ഡോക്ടറെ കണ്ടിട്ടോ അങ്ങനെ ഒന്നുമില്ല. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പം ഞങ്ങൾ നല്ല കമ്പനിയാണ്. ഇവിടുത്തെ ഹോസ്പിറ്റലിൽ ഇവിടുത്തെ നഴ്സുമാരും പുറത്ത് വെച്ച് കണ്ടാൽ പോലും അവർ സംസാരിക്കുന്ന രീതിയിലുള്ള കമ്പനിയായി. പക്ഷെ അന്ന് എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇവിടെ. അങ്ങനെ ഒരു പേടിയായിരുന്നു. പക്ഷെ ഇപ്പൊ അങ്ങനത്തെ ഇവിടെ പോകാൻ ഒരു കുഴപ്പമില്ല. അപ്പോൾ അന്നപ്പം ഒന്ന് സമാധാനമായപ്പം എനിക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഒരു സമാധാനമായി. അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ പോകണ്ട എന്നുള്ള രീതിയിൽ തന്നെ ഇരുന്നു. അതൊക്കെ കഴിഞ്ഞ് പക്ഷെ അന്ന് ഒരു തലകറക്കം കഴിഞ്ഞ് തുടങ്ങിയ ഒരു വൈബ്രേഷൻ ഫീലാണ്. ഞാൻ അങ്ങനെയാണ് ഡോക്ടർമാരൊരിക്കലും പറയുന്നത്. ഒരു എന്താ, നമുക്ക് ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ നോക്കുമ്പോഴത്തേനും ഇങ്ങനെ കിടന്ന് ഇളകുന്ന ഒരു ഫീലിങ്. അതെന്താന്നറിയത്തില്ല. ആ ഒരു സമയം അതൊരു ഫെബ്രുവരിയിലാണ്. ഫെബ്രുവരി ഒരു സെക്കൻഡ് വീക്കിലേക്കാണ് ഇത് സംഭവിക്കുന്നത്. അതൊരു ജൂണൊക്കെ ആകാറായി എൻ്റെ ആ ഒരു ഫീലിംഗ് മാറിക്കിട്ടാൻ വേണ്ടി അത്രയും നാൾ ഞാൻ ആ ഒരു സംഭവം കൊണ്ട് നടക്കുകയായിരുന്നു ചെയ്തത്. അപ്പം അപ്പം ആ ഒരു ഫെബ്രുവരി എൻഡിൽ ഞങ്ങൾ നാട്ടിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പം നാട്ടിൽ പോയപ്പം ഡോക്ടറെ കണ്ടപ്പോഴത്തേനും അങ്ങനെ എല്ലാം ടെസ്റ്റ് ചെയ്തപ്പം ഹീമോഗ്ലോബിൻ കുറവുണ്ട്, ബ്ലഡ് കുറവാണ്. അപ്പം അതിനുള്ള മരുന്ന് തന്നു. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും കുഴപ്പമൊന്നുമില്ല, നോർമലാണ്. അപ്പം പിന്നെ ഈ ലൂസ് മോഷന് അങ്ങനെ വന്നപ്പോഴത്തേനും ആ ഒരു ലൂസ് മോഷൻ വന്നപ്പോഴത്തേനും ഞാൻ വേറെ മരുന്നൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പം അങ്ങനെ എനിക്ക് കുറച്ച് ഈ ഇങ്ങനെ നല്ല ഗുഡ് ബാക്ടീരിയാസിൻ്റെ ഒക്കെ മരുന്നൊക്കെ തന്നു. അതെല്ലാം തന്നു കഴിഞ്ഞ് നാട്ടിൽ ഒരു ദിവസം കൂടെ കഴിഞ്ഞ് വീണ്ടും എനിക്ക് ലൂസ് മോഷൻ. ഞാനൊന്ന് എൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞ് വീണ്ടും എനിക്ക് ഒരു ലൂസ് മോഷൻ പോലെ വന്നു. വലിയൊരു ലൂസ് മോഷനല്ല, 1-2 തവണ, 2 തവണയൊക്കെ പോവും, പിന്നെ അങ്ങ് നിൽക്കും, പിന്നെ നോർമൽ കണ്ടീഷനിലാവുകയും ചെയ്യും. ആ ഒരു ടൈപ്പിൽ. അപ്പൊ ഞാൻ വീണ്ടും ഇവിടെ ഡോക്ടറെ കാണാൻ പോയി. അങ്ങനെ വീണ്ടും പിന്നെ ഇപ്പൊ പുറത്തുനിന്നൊന്നും ഫുഡ് കഴിക്കില്ല, അത് ചെയ്യില്ല ഇത് ചെയ്യില്ല, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് വീണ്ടും മരുന്നുകളൊക്കെ തന്നു. ഇനിയും ലൂസ് മോഷൻ വരാനുള്ള ആന്റിബയോട്ടിക്സും കാര്യങ്ങളും ഒക്കെ തന്ന് ഞങ്ങളന്ന് തിരിച്ചിങ്ങി വന്നതിന് ശേഷം അപ്പോഴും ഈ അപ്പം ഞാനിങ്ങനെ പറയുമ്പോൾ ഇവരെയും മാറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അത് ആ ഒരു വൈബ്രേഷൻ ഫീൽ. പക്ഷെ നമ്മളെ അതിങ്ങനെ അതും കൊണ്ട് ഇങ്ങനെ ജീവിക്കുമ്പോഴത്തേക്കിനും
അത് നമുക്ക് ഭയങ്കര അൺകംഫർട്ടബിൾ ആണ് ചില സമയത്ത്. ആ ഒരു സമയത്ത് അത് ഇപ്പം അങ്ങനെ വന്നിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ എത്ര അത് മാറിക്കോളൂ എന്ന് പറഞ്ഞാലും നമുക്ക് അതുകൊണ്ട് കുറച്ച് നാൾ ഇങ്ങനെ പോകാന്ന് പറഞ്ഞാൽ ഭയങ്കര അൺകംഫർട്ടബിൾ. എനിക്കാണെങ്കിൽ ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട് ചില സമയത്തൊക്കെ. ഇരുന്നിട്ടൊക്കെ എണീക്കുമ്പോഴത്തേക്കിനും എനിക്ക് ഭയങ്കര ഇരുന്നിട്ട് എണീക്കുക, പെട്ടെന്ന് നമ്മൾ കട്ടിൽ ചെയ്ത്. അപ്പം അങ്ങനെയൊന്നും പെട്ടെന്നൊന്നും എണീക്കേണ്ടെന്നൊക്കെ എന്നോട് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അതൊരു ജൂൺ വരെയായി ആ സംഭവമൊക്കെ. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയിട്ടാണ്, ഫെബ്രുവരി തുടങ്ങിയതാണ്, ജൂൺ ജൂലൈ അതൊന്ന് മാറി കിട്ടിയപ്പോഴത്തേനും. അങ്ങനെ പതുക്കെ ഇങ്ങനെ ഓക്കെ ആയി ഇങ്ങനെ വരികയായിരുന്നു. പക്ഷെ എനിക്ക് ആ ഒരു കോവിഡിന്റെ ആ ഒരു സമയത്തിന് ശേഷം എനിക്ക് പണ്ടത്തെ പോലെ എനിക്ക് ഫുഡിന്റെ കാര്യത്തിൽ, ഫുഡ് കഴിക്കുമ്പോൾ എനിക്ക് പുറത്തുനിന്നൊന്നും അങ്ങനെ, പണ്ടൊക്കെ എത്ര ഇപ്പം ഫുഡ് കഴിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരാറില്ല. ലൂസ് മോഷനും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെയൊക്കെ എൻ്റെ വീട്ടിലൊക്കെ ആയിരുന്നപ്പോഴും എറണാകുളത്ത് നിന്നപ്പോഴും ഒക്കെ എനിക്ക് അങ്ങനെ ഒരു വല്ലപ്പോഴും ഒരു ലൂസ് മോഷൻ വരിക എന്നുള്ളതല്ലാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പൊതുവെ കുറവായിരുന്നു. ഇപ്പം ഈ കോവിഡിന് ശേഷം ആ ഒരു കൊല്ലം എന്ന് പറയുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇപ്പൊ നമ്മള് എപ്പോഴും ഇപ്പൊ നമുക്കങ്ങ് ഇങ്ങനെ ഫുഡ് നമുക്ക് മടുക്കത്തില്ല. നമുക്കിങ്ങനെ അത് കൂടുതലും നമ്മൾ ഈ കഴിച്ച് ശീലിച്ചവരും കൂടെ ആവുമ്പോഴത്തേനും നമുക്കത് ഫുഡ് കഴിക്കാൻ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ തോന്നും. അപ്പൊ അങ്ങനെ കഴിക്കുമ്പോഴത്തേനും എപ്പോഴെങ്കിലും ഒക്കെ പണി കിട്ടുന്ന ഒരു രീതിയിലായി. അങ്ങനെ വന്ന് പിറ്റേ വർഷമായി 2022. അങ്ങനെയൊക്കെ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് കൊണ്ടുപോയി. എനിക്ക് ആ ഒരു കൊല്ലം തൊട്ടാണ് എനിക്ക് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് എനിക്ക് തന്നെ ഫീൽ ചെയ്യുന്ന കുറച്ച് സമയങ്ങളായിരുന്നു. എനിക്ക് ഈ പറഞ്ഞ പോലെ അതിനുശേഷം വലിയൊരു അതിനു മുമ്പ് ഞാൻ നന്നായിട്ട് എക്സർസൈസ് ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോഴൊന്നും എനിക്ക് അങ്ങനെ ഇത് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. നല്ല പോലെ നടക്കും. എൻ്റെ വണ്ണം കുറയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ നല്ല പോലെ നടക്കുന്ന വ്യക്തിയായിരുന്നു. നന്നായി ഡെയിലി വർക്കൗട്ട് ചെയ്യുന്ന ഒരു ആളായിരുന്നു. ശ്രീഹരിക്കറിയാം, ഞാൻ സൂംബായും അതും ഇതും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ വണ്ണം ഒക്കെ നല്ല രീതിയിലെല്ലാം കുറച്ച് വന്നത്. അപ്പോൾ പിന്നെ അതിനുശേഷം ഈ കോവിഡ് വന്നതിന് ശേഷം എനിക്ക് ആ ഒരു ഭാഗത്തേക്കേ എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് പറ്റത്തില്ല. എനിക്കിപ്പം അങ്ങനെ അമിതമായി എനിക്ക് അമിതമായി അങ്ങനെ എനിക്ക് ആ ഒരു സ്റ്റാമിന അങ്ങ് പോയ പോലെ എനിക്ക് എപ്പോഴും തോന്നും. അങ്ങനെ ഞാൻ കോവിഡിനെ ഒരു രീതിയിലെല്ലാം അടക്കി ഒതുക്കി ഇങ്ങനെ കൊണ്ടുവരുമ്പോഴാണ് എൻ്റെ അടുത്ത വില്ലൻ വരുന്നത് 2023. ആദ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു കൊല്ലം 2023 ഓഗസ്റ്റ് ഒക്കെ ആയപ്പം ഞങ്ങളും ഇടയ്ക്കൊരു ഗോവ ട്രിപ്പൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നു. അപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ ഒരു സുഖം കണ്ടീഷനിലൊന്നും അല്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ലൂസ് മോഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്കിപ്പോ കൂടുതലും നമ്മൾ വീട്ടിലുള്ള ഫുഡ് കഴിച്ചാൽ അത്രയും കുഴപ്പമില്ല. എപ്പോൾ പുറത്തുനിന്ന് കഴിച്ചാലും ഇപ്പം എരിവ് കൂടുതൽ, എനിക്ക് എരിവ് ഇപ്പോൾ ഒട്ടും പറ്റത്തില്ല. ഇപ്പം ഞാനാണേലും എരിവ് കുറച്ചാണ് കഴിക്കുന്നത്. എനിക്ക് എരിവ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ, എരിവും പുളിയും കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ വയറെരിയുന്ന ഒരു സംഭവം എനിക്കുണ്ട് ഇപ്പം. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ്, ഈ 2 കൊല്ലം കൊണ്ടാണ് അതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പൊ എരിവൊന്നും എനിക്ക് കൂടുതൽ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എരിവും ആ ഒരു മസാലയൊക്കെ എന്തോ എനിക്ക് പിടിക്കത്തില്ല. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയറ് പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. അങ്ങനെ കഴിഞ്ഞ ഓഗസ്റ്റ് ആണെങ്കിൽ ഫുൾ വേദനകൾ. എനിക്കറിയത്തില്ല, ആദ്യം എനിക്ക് ഈ ഇടത്തെ കൈയുടെ നടുക്ക് ഇങ്ങനെ ഒരു തെരുപ്പ് ഫീലിങ്. അപ്പം ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് മൊത്തം ഫോൺ അമിതമായി യൂസ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഈ യൂട്യൂബിന്റെ കാര്യം തന്നെ എടുക്കാം. എൻ്റെ യൂട്യൂബ് എനിക്ക് വേറൊരു ചാനൽ ഉണ്ടായിരുന്നല്ലോ, മിനൂസ് ക്യൂക്യൂസി എന്ന് പറഞ്ഞ ചാനൽ ഇപ്പോഴും ഉണ്ട്. അതിനകത്ത് ഞാൻ വീഡിയോ ഇടുന്നില്ല. അതിന്റെ മോണിറ്റൈസേഷൻ ഒക്കെ പോയി കിടക്കുക. കാരണം അത് മോണിറ്റൈസ് ആയ ചാനലായിരുന്നു. അത് പോയതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്, എനിക്ക് ആ ഒരു കോവിഡ് വന്നതിന് ശേഷം എനിക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ അതങ്ങ് വേണ്ടാന്ന് വെച്ചു. അത് കഴിഞ്ഞ കൊല്ലം ഞാൻ ചുമ്മാ ഷോർട്സിന്റെ ഇത് ഭയങ്കര ഇതായപ്പം ഷോർട്സ് ആയിട്ട് ചുമ്മാ
എനിക്ക് ഞാനൊരു ആ കോവിഡിൽ നിന്നൊക്കെ ഒരു മുക്തി നേടി കുറച്ചൊന്ന് ഇതായ ഒരു ഹെൽത്ത് വൈസ് കുറച്ചൊന്ന് ഓക്കെ ആയിരുന്ന സമയത്ത് ഞാനിങ്ങനെ വേറൊരു ഈ ചാനൽ തുടങ്ങി, വേറൊരു ചാനലല്ല, ഈ ചാനൽ തുടങ്ങി ഞാൻ ഷോർട്സ് ഇട്ട് തുടങ്ങി. അതിങ്ങനെയൊക്കെ ഇട്ടുകൊണ്ടിരിക്കും. അപ്പം നമ്മൾ ഈ ഷോർട്സ് ഞാൻ കൂടുതലും ഫോണിലാണ് എഡിറ്റ് ചെയ്യുന്നത്, ലാപ്പിലല്ല. ലോങ് വീഡിയോസ് മാത്രമേ ആ സമയത്ത് ഞാനിങ്ങനെ ലാപ്പിൽ ചെയ്യത്തുള്ളായിരുന്നു. അപ്പം ഷോർട്സ് ഇങ്ങനെ, അപ്പം ഇതാണ് ഞാൻ കൂടുതൽ ഇടുന്നതും, ഷോർട്സ് ആണ് ഞാൻ കൂടുതൽ ഇടുന്നതും. അപ്പം അങ്ങനെ അതിങ്ങനെ ഉപയോഗിച്ച് ഫോൺ കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു ഫീലിംഗ് എന്ന്. അപ്പം എന്നോട് ശ്രീഹരി ഇത് പറഞ്ഞ, എനിക്ക് ശ്രീഹരിക്ക് ഇങ്ങനെ ഫോൺ കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ഇതുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതിയെ ഈ ചാനലിൽ ഷോർട്സ് ഇടുന്നത് ഞാൻ നിർത്താൻ അങ്ങനെ ഇതായി തുടങ്ങി. കാരണം എനിക്ക് ഇവിടെ ഇങ്ങനെ ഒരു തിരിതിരിപ്പ് ഫീലിങ്. അത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഈ റിസ്റ്റിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു പെയിൻ വരുന്നു. പിന്നെ അതിങ്ങനെ കൂടി ഈ ജോയിന്റിന്റെ ഇവിടായി, ഈ നമ്മുടെ ഈ ജോയിന്റിന്റെ ഈ ഭാഗത്തായി. ഈ അടുക്കളയിൽ കൂടുതൽ നേരം നിൽക്കാൻ പറ്റുന്നില്ല. ഈ രണ്ട് കാലിലും കുറച്ചു നേരം ആകുമ്പോഴത്തേനും മസിൽ പെയിന്. പിന്നെ നമ്മുടെ സ്ലിങ് ബാഗില് അതിങ്ങനെ ഇടുമ്പോഴത്തേന് ഈ കോളർ ബോൺ പെയിൻ എടുക്കുക. അങ്ങനെ ഓഗസ്റ്റ് ഫുൾ ഞാൻ വിചാരിക്കും ഇത് എന്താണ് സംഭവം എന്ന്. എനിക്ക് പേടിയായി തുടങ്ങി. കാരണം എന്തോ ഈ സംഭവം എന്നറിയാതെ ഇങ്ങനെ ഈ കാൽസ്യം ഒക്കെ ടെസ്റ്റ് ചെയ്തു. പക്ഷെ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ആയിരുന്നു. അത് ആ വൈറ്റമിൻ ഡിയുടെ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇവിടെ ഡോക്ടർമാരെ ഒന്നും ആ ടൈമിൽ കാണാൻ പോയില്ല. നാട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഞാൻ കൂടുതൽ എന്താണെന്നറിയില്ല, ഞാൻ ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചു. എൻ്റെ തോന്നലാന്നൊക്കെ വിചാരിച്ച് ഞാൻ അത് ഇഗ്നോർ ചെയ്യാൻ ശ്രമിച്ചാണ് എനിക്ക് പറ്റിപ്പോയ കുഴപ്പം. പോട്ടെ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നതായിരിക്കും, ഞാൻ കൂടുതലായിട്ട് ഇത് ചിന്തിച്ചിട്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നുന്നതെന്നുള്ള രീതിയിൽ ഞാൻ അങ്ങ് വിചാരിച്ചിരുന്നു. എന്നാൽ ഈ എപ്പോഴും വൈറ്റമിൻ ഡി ആണെന്ന് എനിക്ക് അതങ്ങ് കൂടുതൽ എനിക്കത് തോന്നാനതിന്റെ മെയിൻ കാരണം മുടി പൊഴിയുന്ന സംഭവമൊക്കെ വൈറ്റമിൻ ഡിക്ക് ഞാൻ കൂടുതലും കേട്ടിരിക്കുന്നത്. എനിക്കാണെങ്കിൽ അങ്ങനെ മുടി പൊഴിച്ചിലും അങ്ങനെ ഓവർ മുടി പൊഴിച്ചിലും കാര്യങ്ങളും ഒന്നും തോന്നുന്നില്ല. സാധാരണ ഇവിടെ താമസിക്കുമ്പോൾ ഉള്ള രീതിയിലുള്ള മുടി പൊഴിച്ചിലും കാര്യങ്ങളൊക്കെ തോന്നുന്നുള്ളൂ. അങ്ങനെ ഞാൻ നാട്ടിൽ ചെന്ന് ഞാനിങ്ങനെ കാറ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒട്ടും കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചത് എങ്ങനെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനേ പറ്റുന്നില്ല. എനിക്ക് എന്തൊക്കെയോ സംഭവിക്കാൻ പോകാൻ പോകുന്നു എന്നുള്ള ഫീലിംഗ് ആണ്. അങ്ങനെ ഞാൻ അപ്പൊ തന്നെ ഞങ്ങള് ഡോക്ടറിന്റെ അടുക്ക പോയി. ഡോക്ടർ നോക്കി എൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ലക്ഷണങ്ങളൊക്കെ ഇങ്ങോട്ട് ഓരോന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞു വൈറ്റമിൻ ഡി ആണെന്ന്. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്ക് കണ്ണ് വരയ്ക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ കണ്ണ് വരയ്ക്കുന്നുണ്ടായിരുന്നു. അതുപോലെ ശരീരത്തിന്റെ മുഖത്തിന്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഭാഗങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്ന ഫീലിംഗ് ഉണ്ടായിരുന്നു. എനിക്ക് ആ സമയത്ത് അതെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ചിന്തിച്ചിട്ടുണ്ട് ഇങ്ങനെയെന്ന്. ഈ കവിളിന്റെ ചില ഭാഗം വിറയ്ക്കുന്ന പോലെ, ഇങ്ങനെ പെടയുന്ന പോലെ തോന്നും. പെടയുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ പെടയുന്ന പോലെ തോന്നും, കൈയുടെ ഈ ഭാഗം. അങ്ങനെ പിന്നെ ബ്ലഡും കുറവാ. അത് ഡോക്ടർമാർക്ക് മുഖം കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ബ്ലഡ് കുറവാന്നുള്ളത്. അപ്പം അതും കുറവായിരിക്കുമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു. അപ്പം തന്നെ എനിക്കൊരു മരുന്ന് തന്നു. അത് തിന്നു കഴിഞ്ഞപ്പോൾ എനിക്കുണ്ടായ ഒരു ആശ്വാസം എന്ന് പറയുന്ന ഒരു ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു. ഒരൊറ്റ ഗുളിക തിന്നു കഴിഞ്ഞപ്പോഴത്തേന്. അത് കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു. അത് ഞങ്ങൾ ചെല്ലുന്ന ഒരു 5 മണി സമയത്താണ്. അപ്പൊ അവരുടെ ലാബ് അവരുടെ ലാബ് അടച്ചു. അപ്പൊ പിറ്റേ ദിവസം രാവിലെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഒരിടം വരെ പോകുന്നുണ്ടായിരുന്നു. അപ്പം അവിടെ ഞങ്ങള് മരുന്ന് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടാണ് പോകുന്നത്. ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടൊക്കെ പോയി. അപ്പം ഈ ഒരു മരുന്ന് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ആശ്വാസം തോന്നിയല്ലോ. അതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസം അവിടെ പോകാനൊക്കെ ഭയങ്കര ഇതായിരുന്നു. കാരണം എനിക്ക് ഇത് ഒരു മാറിയെന്നൊരു ഫീലിംഗ് പോലെ വന്നു. അപ്പം ഞങ്ങൾ അന്ന് വീട്ടിൽ നിന്നല്ല ഫുഡ് കഴിച്ച് പുറത്ത്, ഞങ്ങൾ തൃശ്ശൂരാണ് പോയത്. അപ്പം തൃശ്ശൂർ ആ ഭാഗത്ത് ഒരു ഹോട്ടലിൽ നിന്നാണ്, അതൊരു ഓണം കഴിഞ്ഞ സമയമായിരുന്നു. അപ്പൊ ആ ഒരു ഹോട്ടലിൽ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വീണ്ടും ഈ വേദനകൾ ഇറങ്ങി. അപ്പൊ പിറ്റേ ദിവസം ആ ബ്ലഡ് എടുത്ത ആ ദിവസം കഴിഞ്ഞുള്ള പിറ്റേ ദിവസം വൈകിട്ടേ റിസൾട്ട് വരത്തുള്ളൂ.
വീണ്ടും എനിക്കിപ്പോൾ 2 നേരം മരുന്ന് കഴിക്കാൻ തന്നിട്ടുണ്ട്. അപ്പം രാത്രി ഞാൻ ആ മരുന്ന് വീണ്ടും കഴിച്ചു. അപ്പോഴും എനിക്ക് ഈ വേദന എടുത്ത് എനിക്ക് വീണ്ടും ആ ഒരു പിറ്റേ ദിവസം വൈകുന്നേരം ആയപ്പോഴത്തേനും എനിക്ക് ഈ യാത്രയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും വേദന എടുക്കാൻ തുടങ്ങി. അപ്പൊ ഈ മരുന്ന് കഴിച്ചപ്പോഴത്തേനും എനിക്ക് വീണ്ടും നല്ല ആശ്വാസം തോന്നി. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരം വരെ പോകുന്നുണ്ടായിരുന്നു ആ സമയത്ത്. ആ സമയം തിരുവനന്തപുരം പോകുന്ന ആ ഒരു സമയം വൈകുന്നേരം ആയപ്പം റിസൾട്ട് ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഇതാണ്. എനിക്ക് 8 ഉള്ളായിരുന്നു വൈറ്റമിൻ ഡി. അപ്പൊ അങ്ങനെ വൈറ്റമിൻ ഡി 8 ഉള്ളു. അപ്പൊ തന്നെ എനിക്ക് മറ്റേ മാസത്തിലൊരിക്കൽ കഴിക്കുന്ന, അല്ല എനിക്ക് ആഴ്ച ഒരിക്കൽ കഴിക്കുന്നതായിരുന്നു മറ്റേ ഡി റൈസ് എന്ന സംഭവം മേടിച്ച് കഴിക്കാൻ അന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ ആഴ്ചയിലൊരിക്കല്. അങ്ങനെ അത് കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ആശ്വാസം. അന്ന് രാത്രി ഞങ്ങൾ ആ മരുന്ന് വാങ്ങിച്ച് അത് കഴിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ എനിക്ക് വേദനകൾ പതുക്കെ കുറയാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനാണെങ്കിലും എല്ലാവർക്കും ഉള്ള കാര്യമാണ് ഈ വൈറ്റമിൻ ഡി എന്ന് പറഞ്ഞ സംഭവം. ആ ഒരു പലർക്കും പല ബോഡി ടൈപ്പ് അനുസരിച്ച് ലക്ഷണങ്ങളൊക്കെ പല രീതിയിൽ. ചിലർക്ക് മുടി പൊഴിയും, ചിലർക്ക് ഇതുപോലെ മസിൽ പെയിൻ, ബാക്ക് പെയിൻ, ചിലർക്ക് ബാക്ക് പെയിൻ മാത്രമേ കാണത്തുള്ളായിരിക്കും. ശ്രീഹരിക്കാണെങ്കിൽ ഒരു ലക്ഷണങ്ങളും ഇല്ലായിരുന്നു. ശ്രീഹരിയുടെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും 13. ശ്രീഹരിക്കാണെങ്കിൽ ഒരു ലക്ഷണങ്ങളും ഇല്ല. ശ്രീഹരിക്ക് അറിയത്തുപോലും ഇല്ല എങ്ങനെ ഈ വൈറ്റമിൻ ഡി കുറഞ്ഞത് വന്നേന്ന്. എനിക്കാണെങ്കിൽ 8, ശ്രീഹരിക്ക് 13, അങ്ങനെയായിരുന്നു. അപ്പോ അതിന്റെ മരുന്നൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കുറച്ച് സമാധാനത്തിലിരിക്കുകയായിരുന്നു. അപ്പം ഞങ്ങള് തിരുവനന്തപുരത്ത് കല്യാണത്തിനാണ് പോയത്. അതൊക്കെ കല്യാണത്തിന്റെ അന്നത്തെ ദിവസം ഞാൻ ചെന്ന് പിറ്റേ ദിവസം കല്യാണത്തിന്റെ അന്നത്തെ ദിവസം രാവിലെ എണീക്കുമ്പോൾ തൊട്ട് എനിക്കറിയത്തില്ല, എനിക്ക് വേറൊരു ടൈപ്പ് ഒരു ഫീലിംഗ് ആണ്. എനിക്കത് എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കത് പറയാൻ പറ്റത്തില്ല. എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് എന്തോ ഒരു പന്തികേട് അന്ന് തൊട്ട് എനിക്കുണ്ട്. ആ ദിവസം തൊട്ട് രാവിലെ എണീറ്റപ്പോൾ തൊട്ട് എനിക്ക് ശരീരത്തിൻ്റെ ഒരു വല്ലാത്തൊരു പന്തികേടുണ്ട്. അപ്പം ശ്രീഹരിക്ക് കുഴപ്പമൊന്നുമില്ല. തലേ ദിവസം ഞങ്ങൾ സെയിം ഫുഡ് തന്നെയാണ് കഴിച്ചത്. ഞാനും ശ്രീഹരി മിക്കവാറും സെയിം ഫുഡുകളൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ അങ്ങനെ ഡിഫറെൻറ്റ് ഫുഡുകൾ പൊതുവെ കുറവാണ് 2 രീതിയിൽ ഓർഡർ ചെയ്യുന്നത്. അപ്പം ആ ഒരു യാത്രയിലാണേലും ഞങ്ങൾ സെയിം ഫുഡ്. ശ്രീഹരിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് പക്ഷെ ഫുഡിന്റെ ആണെന്നും തോന്നുന്നില്ല. ഞാനിപ്പോ വിചാരിച്ചു ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ വല്ല ആയിരിക്കും എന്ന് വിചാരിച്ച കല്യാണം മൊത്തം. പക്ഷെ കല്യാണത്തിന് നിൽക്കുമ്പോഴും അവിടെ നിൽക്കുമ്പോഴും ഒക്കെ എനിക്കറിയത്തില്ല, ഞാനിങ്ങനെ ചില സമയത്തൊക്കെ എനിക്കറിയില്ല, എൻ്റെ ബോഡി ആരാണ്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചിങ്ങനെ പോകുന്ന ഒരു ഫീലിംഗ് ആണ്. അപ്പൊ ഞാൻ ശ്രീഹരിയോടൊക്കെ പറയുന്നുണ്ട്, എന്താണ് എനിക്ക് എന്തോ ഒരു പ്രോബ്ലം ഉള്ള പോലെ ഒരു ഫീലിംഗ് ആണല്ലോ തോന്നുന്നതെന്ന് ഇങ്ങനെ ഞാൻ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടിട്ട് ഞാൻ തിരിച്ച് റൂമിൽ പോയി. കാരണം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. ബാക്കി ഉച്ചയ്ക്ക് എങ്ങനെയോ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് ആ ഫുഡ് കഴിക്കുമ്പോഴൊക്കെ ഇങ്ങനെ എനിക്ക് അപ്പം എൻ്റെ ചിന്ത പോലെ ചിലപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടെ ആയിരിക്കും. എനിക്ക് 8 ഉള്ളായിരുന്നുള്ളൂ. ഇങ്ങനെ കഴിക്കുമ്പോഴേ എനിക്ക് ഈ കൈയുടെ ഇവിടെ ഒക്കെ എന്തൊക്കെയോ ആകുന്ന പോലൊക്കെ ഒരു ഫീലിംഗ് തോന്നുക. അവിടെ ചെന്ന് ഇനി പനി വരുമോ, എനിക്ക് തിരിച്ച് റൂമിൽ ചെന്നപ്പോഴത്തേനും ഒരു പനി ആയ പോലെ അങ്ങായി. പിന്നെ ഞാൻ പാരസെറ്റമോൾ ഡോളോ കഴിച്ചു. അത് കഴിഞ്ഞ് കിടന്നുറങ്ങി. വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേനും എനിക്ക് ഒരുമാതിരി സംഭവങ്ങളാണ്, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ. പിറ്റേ ദിവസം റിസപ്ഷൻ കഴിഞ്ഞിട്ടേ ഞങ്ങൾ തിരിച്ചു പോകത്തുള്ളൂ. അപ്പം അങ്ങനെ ആ ദിവസം രാത്രി എന്നിട്ട് എനിക്ക് വയറ് സംബന്ധമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം തോന്നുന്നില്ല. എനിക്ക് ബോഡിയിലാണ്, എൻ്റെ ഫീലിങ്സ് മുഴുവനും കിടക്കുന്നത് എൻ്റെ ബോഡിയിലാണ്. വയറ്റിനകത്ത് എനിക്ക് ഒരു കുഴപ്പവും തോന്നുന്നില്ല. ഞാൻ ആഹാരം കഴിക്കുന്നുമുണ്ട്. അപ്പം ഞാൻ രാത്രി കിടന്നിട്ട് പെട്ടെന്ന് എണീറ്റിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുന്നു. ഭയങ്കരമായിട്ട് ഉറക്കത്തിനിടയ്ക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് വന്നിട്ട് ഞാൻ എണീറ്റിട്ട് എനിക്ക് ഒരുമാതിരി വയറ്റിനകത്ത് ഉരുണ്ട് കയറുന്ന പോലുള്ള ഫീലിംഗ് വരുന്നുണ്ട്. ഭയങ്കരമായിട്ട് നെഞ്ചിടിക്കുന്നു. ഞാൻ ബാത്റൂമിൽ പോയപ്പോൾ ലൂസ് മോഷൻ ഒരു 2-3 തവണ അങ്ങ് ലൂസ് മോഷനായിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ആ നെഞ്ചെടുപ്പ് അങ്ങ് നിന്നു. ഞാൻ വീണ്ടും നോർമലായി.
ഇതങ്ങ് നിന്നു. പക്ഷെ അപ്പോഴും എനിക്ക് എന്തൊക്കെയോ ആ ഒരു ഫീലിംഗ് അങ്ങ് പോയി. പിന്നെ എനിക്ക് അപ്പൊ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പേടിയായി, ഇനിയിപ്പൊ കഴിക്കാനൊക്കെ പേടിയായി. ഞാൻ രാവിലെ അങ്ങ് ഇഡ്ഡലി മാത്രം ഞാൻ കഴിച്ചു. റിസപ്ഷന് പോയിട്ട് ഒന്നും ഞാൻ കഴിച്ചില്ല, അപ്പം മാത്രം അങ്ങാണ്ട് എടുത്ത് കഴിച്ചു. ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയായി ഞാൻ ഒരു തരത്തിൽ തിരിച്ചു വരുന്ന വഴിക്കൊക്കെ ഞാൻ വളരെ ഇതായിട്ടാണ് അങ്ങനെ ഫുഡ് കഴിച്ചിരിക്കുന്നത്. എനിക്ക് അത് കൂടുതലും വിശപ്പില്ല, എനിക്ക് അങ്ങനെ വിശപ്പൂർവ്വം ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് എന്തോ എൻ്റെ ബോഡിയിലാണ് അപ്പോഴും എന്തോ ഒരു ഇതുള്ള പോലെ തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ് തിരിച്ച് ഇരിഞ്ഞാലക്കുട വന്നിട്ട് വീണ്ടും ഞങ്ങൾ പിന്നെ തിരിച്ച് ബാംഗ്ലൂർ പോയി. ബാംഗ്ലൂർ വന്നു കഴിഞ്ഞിട്ടും എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഈ കുന്തം വരുന്നുണ്ട്. ഈ നെഞ്ചിടിപ്പ്, ഈ പാൽപിറ്റേഷൻ സംഭവം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായി. ചുമ്മാ ഇരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാൽപിറ്റേഷൻ വരിക. ഇനിയിപ്പം അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു. രണ്ടാമത്തെ ആഴ്ച ഇങ്ങനെ രാവിലെ എനിക്ക് ഭയങ്കരമായിട്ടും പാൽപിറ്റേഷൻ വന്ന് ഇവിടെ അടുത്ത ഹോസ്പിറ്റലിലെ ഡോക്ടർ അടുത്ത കാഷ്വാലിറ്റി ചെന്ന് അവർ നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല. അപ്പൊ തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ടും ഒന്നും. അപ്പൊ അവർ ഡെങ്കു നോക്കി. ഡെങ്കു ഒന്നും ഇല്ല, അതും എല്ലാം നെഗറ്റീവാണ്. പിന്നെന്താണ്, അപ്പൊ അവര് ആങ്സൈറ്റി, ചിലപ്പോൾ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ആങ്സൈറ്റിയുടെ മരുന്നും തന്ന് തിരിച്ചു വിട്ടു. പനിയില്ല, ടെമ്പറേച്ചർ ഇല്ല, വേറെ ഒരു കാര്യങ്ങളും ഇല്ല. ആങ്സൈറ്റിയുടെ മരുന്ന് കഴിച്ചപ്പോഴത്തേന് ഈ പറഞ്ഞില്ല, എനിക്ക് പാൽപിറ്റേഷന്റെ ഒരു ഫീലിംഗ് വളരെ കുറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചില സമയങ്ങളിൽ പാൽപിറ്റേഷൻ വന്നു. അപ്പൊ ഞാൻ ആ ഓഗസ്റ്റിൽ തന്നെയാണ് എനിക്ക് തൈറോയിഡ് എനിക്ക് വലിയ ഇതില്ല, ജസ്റ്റ് തൈറോയിഡ് ഒരു 3.99 സംതിങ് എങ്ങാണ്ടായിരുന്നു തൈറോയിഡ്. അപ്പൊ അതിന് എനിക്ക് മറ്റേത് ആന്റി-TPO ആ സംഭവം ടെസ്റ്റ് ചെയ്തപ്പം ഉണ്ട്, അത് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തൈറോയിഡിന്റെ മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ. അപ്പൊ തന്നെയാണ് ഞാൻ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്റ്റാർട്ട് ചെയ്ത്. ഇനി അതിന്റെ വലിയ സൈഡ് എഫക്റ്റ് ആണ്. അപ്പൊ ഞാൻ ഈ കാഷ്വാലിറ്റിയിലെ ഡോക്ടറിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അതൊന്നുമല്ല, അത് ജസ്റ്റ് ഹോർമോൺ ഗുളിക മാത്രമാണ്, ഇത് ചിലപ്പം കൂടുതൽ ആങ്സൈറ്റി മൂലം ഉണ്ടാകുന്നതാന്ന് പറഞ്ഞ് എന്നെ വിട്ടു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ വന്ന് എനിക്കിങ്ങനെയുള്ള കുറച്ചിങ്ങനെ ബോഡി ഇങ്ങനെ പിടിച്ചപ്പോ അത് ആർക്കും അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാവത്തില്ല. ഞാൻ ഈ പറയുന്ന ആ ഒരു സിംറ്റം എന്ന് പറയുന്ന ആ സമയത്ത് എൻ്റെ ബോഡി ഇങ്ങനെ പുറകോട്ട് ഞാനിങ്ങനെ നടക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സ്റ്റെപ്പ് ഞാൻ എന്തോ വലിയ സംഭവം, ഒരു വലിയ ഇതെടുത്ത് വെച്ച് നടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ആണ്. എന്നുവെച്ചാൽ ഞാനൊരു അല്ലെങ്കിൽ ഞാനിങ്ങനെ കൈ എടുത്ത് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേന് എനിക്ക് ആ കൈ എടുക്കുന്നത് എന്നെ അങ്ങ് പുറകോട്ട് ആരാണ്ട് പുഷ് ചെയ്യുന്ന ഒരു ഫീലിംഗ് എനിക്കുണ്ട്. പുറകോട്ട് എന്നെ അങ്ങ് പുഷ് ചെയ്യില്ല, പുറകോട്ട് ഇങ്ങനെ വലിക്കുന്ന പുള്ളി ചെയ്യുന്ന ഫീലിംഗ്, പുറകോട്ട് ആരാണ്ട് പിടിച്ചു വലിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. ഇപ്പം ചിരിക്കുമ്പോഴും എൻ്റെ ഈ ഭാഗമൊക്കെ ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഒക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ അവസാനം ഞാൻ തന്നെ ഇതെല്ലാം എൻ്റെ വെറും തോന്നലാണ്, ഈ വൈറ്റമിൻ ഡിയുടെ കാര്യം പറഞ്ഞാൽ ഞാൻ തന്നെ ആശ്വസിച്ചിരുന്നു. ഇരുന്ന് അവസാനം ഒരു ദിവസം വൈകുന്നേരം മാഗി നൂഡിൽസ് ഉണ്ടാക്കി. ഞങ്ങൾ ഒരു 5 മണി 6 മണി സമയത്ത് മാഗി നൂഡിൽസ് ഉണ്ടാക്കി. അപ്പം എനിക്ക് ആ സമയത്തൊന്നും ഈ വയറ് പ്രശ്നം വലുതായിട്ട്, അന്ന് ആ ലൂസ് മോഷൻ വന്നു പോയതല്ല, വയറ്റിനകത്ത് എനിക്ക് ഒരു പ്രോബ്ലവും തോന്നുന്നില്ല, ഒരു പ്രശ്നവും തോന്നുന്നില്ല. എനിക്ക് വിശപ്പും ഉണ്ട്, എനിക്ക് ഈ ഒരു ബോഡിയിലുള്ള ഈ ഫീലിംഗ് മാത്രമാണ്. അപ്പം ഞാൻ മാഗി നൂഡിൽസ് ഉണ്ടാക്കി കഴിച്ചു. അത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കൊരു ക്ഷീണം പോലൊക്കെ തോന്നി. എന്നാലും എനിക്ക് രാത്രി വീണ്ടും വിശന്നു, ഞാൻ കഴിച്ചു, ഫുഡൊക്കെ കഴിച്ചു. അന്ന് ഈ മറ്റേ RDX സിനിമയില്ലേ, അത് ഇറങ്ങിയിട്ട് അത് OTT വന്നത്, ഞങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു RDX. അന്ന് ഞാൻ ശ്രീഹരി ആ RDX സിനിമ രാത്രിയിലിട്ട് കണ്ട് ഉറങ്ങി. രാത്രിയിൽ ആ സിനിമ കഴിഞ്ഞ് ഉറങ്ങി. ഒരു രാത്രി കുറെ നേരം ആയപ്പോൾ ഞാൻ വീണ്ടും ഈ നെഞ്ചിടിപ്പ് പോലെ വന്ന് എണീറ്റു. അന്ന് ആ കല്യാണത്തിന്റെ അന്ന് രാത്രി സംഭവിച്ച അതേ സിംറ്റം തന്നെ, ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ് കൂടി വന്ന് ഞാൻ എണീറ്റു. എൻ്റെ വയറങ്ങ് അപ്പൊ എനിക്കങ്ങ് വയറ്റിനകത്ത് അങ്ങ് ഉരുണ്ടു പെരണ്ട. അത് സാധാരണ ഒരു ഗ്യാസ് സംഭവം വരുമ്പോൾ ഉരുണ്ടു പെരളുന്ന ഒരു പെരളിച്ചയല്ല, അത് ഭയങ്കരമായിട്ട് ഉരുണ്ടു വരണം. എനിക്ക് കിടക്കാനും വയ്യ, നിൽക്കാനും വയ്യ. അപ്പൊ എൻ്റെ മനസ്സിൽ അപ്പോഴും ഞാൻ വേറൊന്നും ചിന്തിക്കുന്നില്ല, ആ മാഗി നൂഡിൽസ് പണിയൊന്നാണെന്നാണ് എൻ്റെ മനസ്സിൽ പോകുന്നത് മൊത്തം.
അത് കഴിഞ്ഞ് ഞാൻ ബാത്റൂമിൽ പോയി, കുറേ 2, 3, 4 തവണ ലൂസ് മോഷൻ പോയി. പിന്നെ ഞാൻ സഹിക്കെട്ടാതെ ഒരു വെളുപ്പാങ്കാലമൊക്കെ ആയപ്പോൾ ഞാൻ ശ്രീഹരിയെ വിളിച്ചുണർത്തി. ഇതെന്തുവാ സംഭവം എന്ന്. ഇത് ശ്രീഹരിയും അപ്പം നൂഡിൽസിനെ, ഇത് ശ്രീഹരിക്ക് ഒരു കുഴപ്പമില്ല, ഇതെല്ലാം എൻ്റെ കൂടെ കഴിക്കുന്ന ആൾ ശ്രീഹരിയാണ്. ഞാൻ ഈ കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രീഹരിയും കഴിക്കുന്നുണ്ട്. ശ്രീഹരിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്കിതെല്ലാം പ്രശ്നങ്ങളാകുകയാണ്. എന്നിട്ട് അപ്പം അത് പിന്നെ ലൂസ് മോഷൻ ഇല്ല, വയറങ്ങ് കമ്പിച്ച് വീർത്ത് കെട്ടി ഇങ്ങനെ നിൽക്കുകയാണ്, അതങ്ങോട്ട് പോകുന്നേ ഇല്ല. എനിക്കൊന്നും കഴിക്കാനും പറ്റുന്നില്ല അപ്പം ആ ദിവസം. പിറ്റേ ദിവസം രാവിലെ ആയപ്പം കഞ്ഞി കുടിച്ചു, കഞ്ഞി ഉണ്ടാക്കി ശ്രീഹരി, അത് കഞ്ഞി കുടിച്ചിട്ടും എനിക്ക് പറ്റുന്നില്ല. പിന്നെ അവസാനം എന്തായിരുന്നു, നാട്ടിലെ ഡോക്ടറെ വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്താ ലൂസ് മോഷനുള്ള മരുന്നും പിന്നെ ORS ഒക്കെ തന്നു. ആ ORS അങ്ങോട്ട് കഴിക്കുകയും ഭയങ്കര ഛർദിച്ച് അപ്പൊ ഛർദിൽ തുടങ്ങി. കുറെ പ്രാവശ്യം ഛർദിച്ച് അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ തൊട്ട് പനി ഭയങ്കര ടെമ്പറേച്ചർ കൂടി വന്നു, നല്ല ടെമ്പറേച്ചറായി. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇത് സാധാരണ ഒരു ലൂസ് മോഷനോ ഛർദിയോ ഗ്യാസ് ഇളക്കോ ഒന്നുമല്ല. എനിക്കൊരു നോർമൽ ഫീല്, ഛർദിച്ച് ഇപ്പൊ സാധാരണ രീതിയിൽ ഒരു ലൂസ് മോഷനോ ഛർദിയൊക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം തോന്നും. അങ്ങനെ ഒരു കാര്യമില്ല, വയറാണെങ്കിൽ വീർത്ത് കെട്ടിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ നേരെ കാഷ്വാലിറ്റിയിലേക്ക് ഓടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ആ ഒരാഴ്ച മുമ്പാണല്ലോ ഞാൻ ഇവരുടെ അടുക്കെ ചെന്ന്, ആ സെയിം ഡോക്ടർ തന്നെയായിരുന്നു. പുള്ളിക്കാരി നോക്കിയിട്ട് പുള്ളിക്കാരി എൻ്റെ ഇതൊക്കെ തന്നിട്ട്, ഇത് സാധാരണ രീതിയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു. എന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഡെങ്കുവും ടൈഫോയിഡും വൈറൽ ടെസ്റ്റ് നടത്തി. അപ്പോൾ ടൈഫോയിഡ് പോസിറ്റീവാണ്. അപ്പോൾ ടൈഫോയിഡ് ആണെന്നുള്ള കാര്യം അവര് ടെസ്റ്റ് ചെയ്ത് സമ്മതിച്ചു. ട്രിപ്പ് ഇട്ടപ്പോൾ തന്നെ ആ ഒരു ഗ്യാസിന്റെ സംഭവം ട്രിപ്പിൽ ചെയ്തപ്പോൾ തന്നെ വയറ് ഇതൊക്കെ നോർമലായി, ലൂസ് മോഷൻ നിന്നു. പക്ഷെ ഈ ബാക്ടീരിയ ഇതിന്റെ മരുന്ന് ട്രിപ്പിൽ കൂടെ തന്നെ കയറ്റണമെന്ന് പറഞ്ഞു. ഗുളികയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര അങ്ങനെ എഫക്റ്റീവ് ആകത്തില്ല, ട്രിപ്പിൽ കൂടെ തന്നെ കയറ്റണമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അവിടെ അഡ്മിറ്റായി. അങ്ങനെ പിന്നെ ട്രിപ്പ് ഇടലും കാര്യങ്ങളും ഒക്കെ ആയി. ഒരു 3-ാമത്തെ ദിവസം കണ്ട് എന്നെ വിട്ടു. അപ്പം ആ ട്രിപ്പ് ഇടലും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ വിചാരിച്ചു തീർന്നു, ടൈഫോയിഡിന്റെ മരുന്നിന് അത് ആന്റിബയോട്ടിക്സ് ഒരു 1-1.5 ആഴ്ചത്തേക്ക് കഴിക്കാനും. അപ്പൊ എനിക്ക് വേറെ ലൂസ് മോഷൻ ഇല്ല, ഗ്യാസിന്റെ പ്രശ്നമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല. എന്നാലും സുഖമായിട്ടാണ് തിരിച്ച് വീട്ടിൽ വന്ന് കയറി 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് വീണ്ടും സംഭവം. ഈ ടൈഫോയിഡ് എന്ന് പറഞ്ഞ സംഭവം സാധാരണ ഒരു പനി പോലല്ല എന്നുള്ള കാര്യം എനിക്ക് പിന്നെ മനസ്സിലായി. ഓരോ സംഭവത്തിന് ശേഷവും മനസ്സിലായി തുടങ്ങി. ഒരാഴ്ച മരുന്ന് കഴിച്ചു. ആ മരുന്നുണ്ടായിരിക്കുന്ന കാര്യം വരെ എനിക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷീണം നല്ലപോലെ ഉണ്ടായിരുന്നു. ആഹാരം കഴിക്കാനാണെങ്കിൽ ആ ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കര വിശപ്പായി തുടങ്ങി. നമുക്ക് ആഹാരം കഴിക്കാൻ ഭയങ്കരമായ ഒരു വിശപ്പ് ഫീലിംഗ് എനിക്ക് തോന്നി തുടങ്ങി. അപ്പൊ അങ്ങനെ ആഹാരം കഴിച്ചത്, ഞാൻ ആഹാരം കഴിച്ചു, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നാണ് എനിക്ക് മനസ്സിലായത് അങ്ങനെ ഈ ടൈഫോയിഡ് കഴിച്ച് വന്നു കഴിഞ്ഞ് ഇങ്ങനെ വിശപ്പുണ്ടാകും. അതൊന്നും ഡോക്ടർ അങ്ങനെയൊന്നും പറഞ്ഞു തന്നൊന്നുമില്ല. സ്പൈസി കഴിക്കില്ലെന്ന് മാത്രമേ, പുറത്തുനിന്നും ഫുഡ് കഴിക്കേണ്ട, സ്പൈസ് ആയിട്ടും കഴിക്കേണ്ട എന്ന് മാത്രമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ഈ ടൈഫോയിഡ് എന്ന് പറയുന്ന സമയം നമ്മുടെ ഇൻഡസ്റ്റൈനെയാണ് ബാധിക്കുന്നത്. അപ്പം ഇങ്ങനെ വിശപ്പുണ്ടായാലും നമ്മൾ അപ്പം കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ദഹിക്കാനുള്ള ശക്തി നമ്മുടെ വയറിനില്ല. അപ്പം നമ്മൾ വിശപ്പുണ്ടെങ്കിൽ ലൈറ്റ് ഫുഡുകൾ മാത്രമേ കഴിക്കാറുള്ളൂ. ഈ ലൈറ്റ് ഫുഡുകൾ കഴിച്ചാലും നമുക്ക് ഗ്യാസ് കയറും. അതാണ്, ഇഡ്ഡലി കഴിച്ചാലും കഞ്ഞി കഴിച്ചാലും എല്ലാം ഗ്യാസ് കയറും എന്നുള്ളതാണ് വേറൊരു വിശേഷം. അങ്ങനെ എനിക്കറിയത്തില്ല ആ കഴിഞ്ഞ ഒക്ടോബർ നവംബർ ഒക്കെ എങ്ങനെ പോയെന്ന് എനിക്ക് ശ്രീഹരിക്കും മാത്രമേ അറിയത്തില്ല. എന്ത് കഴിച്ചാലും പ്രശ്നം. ഇപ്പൊ ഇത് ഇങ്ങനെ ചിരിച്ചോണ്ട് പറയുന്നുണ്ടെങ്കിലും ഞങ്ങൾ അനുഭവിച്ചത് ഭയങ്കരമായിരുന്നു. ഒരു കാര്യം കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ അപ്പം എന്നോട് ഇവരെല്ലാം നാട്ടിലെ ഡോക്ടറിനോട് ഒരു ദിവസം ഇതുപോലെ വീണ്ടും ഒരു ലൂസ് മോഷൻ പോലെ എനിക്ക് തോന്നി. ഇങ്ങനെ ഒന്നുമില്ല, ചോറും എന്തോ ഒരു മെഴുക്കുവരട്ടി മാത്രമേ കഴിച്ചുള്ളൂ. അത് കഴിച്ചു കഴിഞ്ഞ് വേഗം ബാത്റൂമിൽ പോയി കഴിഞ്ഞ് അപ്പൊ ഞാൻ നാട്ടിലെ ഡോക്ടറിൻ്റെ അടുക്കെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേനും
എനിക്ക് ആ സമയത്ത് ഈ ലെഫ്റ്റ് സൈഡിലെ നടുവിനൊരു പെയിന് അങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇങ്ങേരടുക്കെ പറയുമ്പോൾ എവറിത്തിങ് ഈസ് ഫൈൻ എന്ന് പറഞ്ഞങ്ങ് വിടും, ഒരു കുഴപ്പമില്ല ഈ ഇവിടുത്തെ ഡോക്ടർ. പക്ഷെ ആക്ച്വലി കുഴപ്പമില്ല, ഇതിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ്, അത് പിന്നീട് മാറും. പക്ഷെ നമുക്കിങ്ങനെ വരുമ്പോ ഈ പറഞ്ഞാൽ നമുക്കിതിങ്ങനെ വരുമ്പോ നമുക്കത് ഭയങ്കര ഒരു അത് അത് കൊണ്ട് നടക്കുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു വിഷമം, നമുക്കത് സഹിക്കാൻ പറ്റത്തില്ല. അപ്പം ഇങ്ങനെ ഒരു ബാക്ക് പെയിൻ, അപ്പൊ ഞാൻ ഈ നാട്ടിലെ ഡോക്ടറിന്റെ അടുത്ത് ഇങ്ങനെ ബാക്ക് പെയിൻ ഇതിന്റെ കാര്യം പറഞ്ഞപ്പം അങ്ങനെ എന്നാ പിന്നെ ഒരു അൾട്രാസൗണ്ട് അങ്ങ് ചെയ്ത് നോക്കാൻ. അവര് ടൈഫോയിഡ് വന്നാൽ ചിലപ്പോൾ അൾട്രാസൗണ്ട് ഒക്കെ ചെയ്യും. അപ്പൊ ഇവരതൊന്നും ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യം തോന്നി കാണത്തില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും. അപ്പം ഒരു അൾട്രാസൗണ്ട്, അബ്ഡോമിന്റെ ഒരു അൾട്രാസൗണ്ട് അങ്ങ് എടുത്തോ, കുഴപ്പം ഒന്നുമില്ല. അപ്പം അങ്ങനെ ഞങ്ങൾ അൾട്രാസൗണ്ട് എടുക്കാൻ പോയി. അപ്പം അൾട്രാസൗണ്ടിൽ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. ഗോൾ ബ്ലാഡർ സ്റ്റോൺസ് ഉണ്ട്. അത് പക്ഷേ അത് എപ്പോഴും വേദന വരുമ്പോഴാണ് അതിന്റെ സർജറിയും കാര്യങ്ങളൊക്കെ നടത്തുന്നത്, അതുണ്ട്. പിന്നെ അസിഡിക് ആയിട്ടാണ് കാണിക്കുന്ന സ്റ്റൊമക്ക്, അതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ വേറൊന്നും മരുന്ന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇതങ്ങ് മാറിക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞു. അങ്ങനെ ഞാൻ എന്നാലും ഇതൊന്നും ഇല്ലെന്ന് നമുക്കറിഞ്ഞാൽ ഇങ്ങനെ ഈ ഞാൻ പറയുന്ന ആ ഒരു പുഷ് ചെയ്യുന്ന ഫീലില്ലേ, ആ ഒരു ഫീലിംഗ് എനിക്ക് ഈ ഞാൻ പറയാം ഒരു ഏപ്രിൽ വരെയോളം ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ അത് പറയാതായി ആരോടും. ഞാൻ ശ്രീഹരിയുടെ അങ്ങനെ ഒരു ഫീലിംഗ് വന്നാലും ഞാൻ അത് എന്നെ തന്നെ ഞാൻ അത് ഒരു കുന്തോ ഇല്ലാന്ന് ഞാൻ ഒരു മൂലയ്ക്ക് പോയിരുന്ന് സ്വയം ആശ്വസിക്കുകയായിരുന്നു ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം അതൊരു ഭയങ്കര ഒരു ഫീലിംഗ്, നമ്മളെ പെട്ടെന്നാണ് അത് ഉണ്ടാകുന്നത്, നമ്മളിങ്ങനെ പുറമോട്ട് പിടിച്ചു വലിക്കും, അത് ബോഡിയെയാണ് അത് കൂടുതലും ഇങ്ങനെ പുറമോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. എനിക്കറിയത്തില്ല, അതാ ഞാൻ പറയുന്ന ആർക്കും അങ്ങനത്തെ ഫീലിംഗ് ഒന്നും ഉണ്ടായിട്ടില്ല. എനിക്കറിയത്തില്ല. ഞാൻ കഴിഞ്ഞ സെപ്റ്റംബർ തൊട്ട് ഈ കഴിഞ്ഞ ഒരു മാർച്ച് ഏപ്രിൽ വരെ അങ്ങനെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഒരു നവംബർ സമയത്ത് വൈറൽ ടെസ്റ്റ് നോക്കിയപ്പം പോസിറ്റീവായിട്ട് തന്നെയാണ് കാണിക്കുന്നത്. അത് അങ്ങനെ കാണിക്കുമെന്ന് പറഞ്ഞു, ബ്ലഡിൽ അങ്ങനെ ആ ടൈഫോയിഡിന്റെ ബാക്ടീരിയ വന്നു കഴിഞ്ഞ് മാറാൻ കുറച്ച് സമയം, ഒരു 4-5 മാസമെങ്കിലും ഒക്കെ എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് കഴിഞ്ഞ ഒരു സമയത്ത് തന്നെയാണ് അത് നെഗറ്റീവായി വന്നത്. ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ നെഗറ്റീവ്, കഴിഞ്ഞ ഒരു ഏപ്രിൽ മെയ് സമയത്തൊക്കെ നോക്കിയപ്പോൾ അത് നെഗറ്റീവായി. അപ്പോ ഇതെന്താ നമ്മള് അങ്ങനെ ആ ഒരു ഫീലിംഗ് എനിക്കിങ്ങനെ ഇത് ചെയ്തോണ്ടിരുന്നു. പിന്നെ എനിക്ക് തന്നെ മനസ്സിലായി, ഞാനപ്പം നാട്ടിലെ ഡോക്ടറെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യത്തിന് വിളിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞു, ഫുള്ളി എൻഗേജ്ഡ് ആയിട്ടിരുന്നു കഴിഞ്ഞാൽ അതങ്ങ് ശരിയായിക്കോളൂ എന്ന് പറഞ്ഞു. നമ്മൾ അത്രയും നമ്മൾ അത്രയും അതിനെപ്പറ്റി ചിന്തിക്കാതെ അങ്ങ് ഇരിക്കുന്ന, ആ ടൈഫോയിഡ് വന്നു, ആഹാരമൊക്കെ അപ്പോഴും ഇങ്ങനെ എനിക്ക് വിശപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒത്തിരി വലുതായിട്ടൊന്നും കഴിക്കേണ്ട എന്നുള്ള രീതിയിൽ തന്നെയാ, ഒത്തിരി പുറത്തുനിന്ന് കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കേണ്ട എന്നൊക്കെ തന്നെയാ പറഞ്ഞത്. ഇതൊരു നെഗറ്റീവ് ഒക്കെ ആയി ആ ഒരു സമയം വരെ. അപ്പോ ഞാൻ അങ്ങനെയാണ്. അപ്പൊ ഞാൻ ഈ യൂട്യൂബ് ചാനൽ ആദ്യം ഒന്ന് തുടങ്ങി, ഷോർട്സ് മാത്രമൊക്കെ ഇട്ട് കുറച്ച് എന്തോ ലോങ് വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങി. ആ ഒരു വൈറ്റമിൻ ഡിയുടെ പെയിൻ വന്നപ്പോഴത്തേനും ഞാനതങ്ങ് നിർത്തിയായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ആശ്വാസമായിരിക്കും. എനിക്ക് തന്നെ തോന്നി ഞാൻ അതിലങ്ങ് എൻഗേജ്ഡ് ആയിട്ടിരിക്കും. എനിക്ക് വേറൊന്നും അങ്ങനെ, നമ്മളിപ്പം ഇതല്ലാതെ വേറെ എന്തെങ്കിലും ആണെങ്കിലും ഇതാകുമ്പോൾ എനിക്ക് വലിയ വർക്ക് പ്രഷറും ഇല്ല. കാരണം എനിക്കിഷ്ടമുള്ള സമയത്ത് എനിക്കിഷ്ടമുള്ള രീതി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ ഈ യൂട്യൂബ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ഞാനങ്ങ് എൻഗേജ്ഡ് ആയി വന്നപ്പോൾ തന്നെ എനിക്ക് ഈ ബോഡിയിൽ എനിക്ക് തന്നെ ആ മാറ്റങ്ങൾ ഞാനിതിങ്ങനെ ശ്രദ്ധിക്കാതായി. അപ്പൊ എന്നാലും അവിടെ ഇവിടെ ആഹാരം കഴിക്കും, എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പം ഒരു ചെറിയ പ്രശ്നം പോലെയൊക്കെ തോന്നുമായിരുന്നു. എന്നാലും ഞാൻ അതിന് വലിയ മൈൻഡിങ്സ് ഞാൻ കൊടുക്കാതായി. എനിക്കിതായിരുന്നു എൻ്റെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത് എൻ്റെ ഒരു ഇതായി മാറി. അങ്ങനെ ഒരു കണക്കിന് എന്താ പറയുക, കുറച്ച് ഇങ്ങനെ ഭേദമായി വന്നു.
ഇപ്പൊ ഒരു കൊല്ലം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് അത് ടൈഫോയിഡ് ആണെന്ന് കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ ഒരു കൊല്ലം ആകാൻ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ ടൈഫോയിഡിന്റെ ഒരു ഭയങ്കര ഒരു അനുഭവം തന്നെയായിരുന്നു അത്. എനിക്ക് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ള അന്നൊന്നും ഞാൻ ഇത്രയൊന്നും അറിഞ്ഞിട്ട് അങ്ങനെ അതിനെപ്പറ്റി എനിക്ക് തോന്നുന്നു എനിക്കങ്ങനെ ഞാനങ്ങനെ വലുതായിട്ട് ചിന്തിച്ചില്ല. ചിക്കൻ ബോക്സ് വന്നു, ഒരു 10-20 ദിവസം കഴിഞ്ഞപ്പോൾ അത് മാറി അതിന്റെ പാട്ടിന് പോയി എന്നുള്ള അല്ലാതെ അതെന്നെ ഇങ്ങനെ പിടിച്ച് ഇത് ചെയ്തിട്ടില്ല. അതിന്റെ ആ ഒരു സമയം കഴിഞ്ഞപ്പോഴത്തേന് അത് ശരിയായി. ഇത് പക്ഷെ കുറേ നാള് നമ്മൾ എത്രാന്ന് വിചാരിച്ച ഇങ്ങനെ ഇപ്പം മാറും നമ്മുടെ ഡെയിലി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ആകുക എന്ന് പറയുന്നത് ഒരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഈ ടൈഫോയിഡ് വന്ന വഴി പിന്നെ ഞാൻ ചിന്തിച്ചു ഏത് വഴി ഈ ടൈഫോയിഡ് വന്നെന്നുള്ളത് അവസാനം ഞാൻ ചിന്തിച്ചപ്പം ഞാനും ശ്രീഹരിയും ഡിഫറെൻ്റ് ആയിട്ട് ആ ഒരു സെപ്റ്റംബർ ടൈമിൽ കഴിച്ചിരിക്കുന്ന ഒറ്റ ഫുഡേ ഉള്ളൂ. അതെനിക്ക് ഞങ്ങൾ ഒന്ന് തൃശ്ശൂർ വരെ പോയെന്ന് ഇടയ്ക്ക് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പൊ അന്ന് ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് അവിടുന്ന് ഒരു വെൽക്കം ഡ്രിങ്ക്, ഒരു പാഷൻ ഫ്രൂട്ട് ഷോട്ട്സ് എന്നും പറഞ്ഞ ഒരു വെൽക്കം ഡ്രിങ്ക് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഇത്രേ ഉള്ളൂ സംഭവം, ഒരു പച്ച കളറിലെ സംഭവം. അപ്പം ശ്രീഹരി ഈ വക ഐറ്റംസ് ഒന്നും കഴിക്കാറില്ല, അങ്ങനെ താല്പര്യപ്പെടത്തില്ല. അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അത് മാത്രമാണ് ഞാനത് അവിടുന്ന്, കാരണം ആ ഹോട്ടലിൽ നിന്ന് ഞാൻ കഴിച്ച ഫുഡാണേലും ഞങ്ങൾക്ക് മനസ്സിലായി ഓണത്തിന്റെ ആ ഒരു സമയത്താണ് ഞങ്ങൾ പോയത്. ഏതോ കേറ്ററിംഗ് അവർ ചെയ്യുന്നുണ്ട്, ഞാൻ ബോർഡ് കണ്ടായിരുന്നു. അപ്പം അങ്ങനെ സദ്യയുടെ ബാക്കി വന്ന് ഓവന് വെച്ച് ചൂടാക്കി തന്ന അതേ ആ ഓവനെ വെച്ച് ചൂടാക്കുക എന്നാൽ വൃത്തിയായിട്ട് ചൂടാക്കിയിട്ടുണ്ടോ അതും ഇല്ല. ആ ഒരു ഫീലിംഗ് എനിക്ക് ആ ഫുഡിൽ ഭയങ്കരമായിട്ട് തോന്നിയായിരുന്നു. അപ്പം അതിൽ നിന്നാണ് ഈ ടൈഫോയിഡ് സംഭവം കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ടൈഫോയിഡിന്റെ ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇത്ര ദിവസം എന്തോ അതിനൊരു പീരീഡ് ഉണ്ട്, കഴിഞ്ഞാൽ ഇത് പുറത്തേക്ക് ശരിക്കും ഇതായി വരത്തുള്ളൂ. ആ ഒരു ടൈം പീരീഡ് ഒക്കെ എൻ്റെ കറക്റ്റ് ആയിരുന്നു. അപ്പം ആ ഒരു സംഭവം മാത്രമാണ് ഞാനും ശ്രീഹരിയും ഒരുമിച്ചല്ല അല്ലാതെ കഴിച്ചിരിക്കുന്നത്. ബാക്കി എപ്പോഴും ഞങ്ങൾ സെയിം സംഗതികളാണ് കഴിക്കുന്നത്. പുറത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ ഡിഫറെൻ്റ് ആയിട്ട് അങ്ങനെ വാങ്ങിച്ച് കഴിക്കാറേ ഇല്ല. മിക്കവാറും ഉള്ള ഞങ്ങളുടെ ആ ഒരു ഫുഡിന്റെ ടേസ്റ്റും സെയിം ആണ്. എനിക്ക് എൻ്റെ ശ്രീഹരിയുടെ കുറേയൊക്കെ ടേസ്റ്റും സെയിം ആയതുകൊണ്ട് ഞങ്ങൾ മിക്കവാറും സെയിം സംഭവങ്ങളാണ് കഴിക്കാറുള്ളത്. അപ്പം അങ്ങനെയാണ് എൻ്റെ ടൈഫോയിഡ് ഇത് ചെയ്തത്. അപ്പം ടൈഫോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഇന്നത്തെ കാലത്ത് പക്ഷെ വളരെ കുറവാണ്. ഈ ടൈഫോയിഡ് അങ്ങനെ വളരെ കുറഞ്ഞ് ആർക്കും അങ്ങനെ വന്നതായിട്ട് ഞാൻ ചിക്കൻ ബോക്സ് ഞാൻ പലർക്കും കേട്ടിട്ടുണ്ട്, പക്ഷെ ടൈഫോയിഡ് വന്നതായിട്ട് പണ്ടാണ് കൂടുതലും ടൈഫോയിഡ് വന്നിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ വളരെ കുറവാണ്. അപ്പം ഡോക്ടർമാർ പോലും ആദ്യം ഡെങ്കു ഇവിടെ കറങ്ങി നടക്കുന്ന സമയമാണ്, അത് എപ്പോഴും ഡെങ്കു ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പം അവരാണേലും കൂടുതലും ഡെങ്കു ആണ് ആദ്യം ടെസ്റ്റ് ചെയ്തത്, ഈ സംഭവം ടെസ്റ്റ് ചെയ്തില്ല. പിന്നെ എൻ്റെ സിംറ്റംസ് ഒക്കെ പറഞ്ഞപ്പോഴും ആ ഡോക്ടറിന് ഡൗട്ട് തോന്നിയാണ് ഈ ടൈഫോയിഡ് എന്ന് പറഞ്ഞ സംഭവം ടെസ്റ്റ് ചെയ്ത് നോക്കിയത് അവര്. അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു 2 കൊല്ലത്തെ കുറച്ച് അസുഖവിശേഷങ്ങൾ. അതിനുശേഷം എൻ്റെ സ്റ്റാമിന പോയെന്ന് ഓർക്കുമ്പോഴാണ്, എന്നുവെച്ചാൽ സ്റ്റാമിന എന്ന് പറഞ്ഞാൽ എനിക്ക് പണ്ടത്തെ പോലെ ഇപ്പം ഞാൻ നടക്കാൻ ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരു ആളാണ്. ഞാൻ എവിടെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എൻ്റെ വീട്ടുകാർക്കൊക്കെ അറിയാം, ഞാൻ നടന്ന് എവിടെ പോയാലും ഞാൻ നടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പൊ കുറച്ച് ദൂരം നടക്കാൻ പറ്റുന്നതാണെങ്കിൽ ഞാനങ്ങ് നടക്കും. എൻ്റെ പല കാര്യങ്ങൾക്കാണേലും ഞാൻ നടന്നു പോകാൻ പറ്റുന്നതാണെങ്കിൽ ഞാനങ്ങ് നടക്കും. എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ നടന്നു പോയി കാര്യം സാധിച്ചിട്ട് തിരിച്ച് നടന്നു വരുന്ന ആളാണ്. അങ്ങനെ വണ്ടി പിടിക്കുക സംഭവങ്ങളൊന്നും, എനിക്ക് ഓട്ടോയിൽ പോകാന്നുള്ളതല്ലേ, ഇപ്പം എനിക്കതൊന്നും പറ്റത്തേ ഇല്ല. എനിക്ക് ശ്രീഹരി നടക്കാൻ പോയി കഴിഞ്ഞാൽ ഞാൻ കൂടുതൽ നടക്കുന്നുണ്ടെങ്കിൽ മറ്റേ ശ്രീഹരിയെക്കാട്ടിലും കൂടുതൽ നടക്കുന്നത് ഞാനായിരുന്നു. ഞാൻ ഇവിടുത്തെ പാർക്കിലൊക്കെ ഇവിടുന്ന് നടന്ന് പാർക്കിൽ പോയി 4-5 റൗണ്ട് നടന്നിട്ട് തിരിച്ചു വന്നുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പം എനിക്കതൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഇപ്പം എനിക്ക് ക്ഷീണം, എനിക്ക് എന്താ പറയുക ഉണ്ട്, എനിക്ക് പെട്ടെന്ന് ഞാൻ ക്ഷീണിക്കും. ഇപ്പം എന്തെങ്കിലും അലഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നേരം ഞാനിപ്പോൾ ഒരു സത്യം പറയാൻ വീഡിയോ ഒക്കെ എടുക്കുന്ന എൻ്റെ ആ ഒരു എനിക്ക് വീഡിയോ എടുക്കണം എന്നുള്ള ഒരു ഇതിനാണ് വീഡിയോ എടുത്ത് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ ലഞ്ച് വ്ലോഗൊക്കെ എടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കെന്തൊരു അത്രയും നേരം നിന്ന്
ഇതെല്ലാം ഈ വീഡിയോ എടുക്കുന്നവർക്കറിയാം, വീഡിയോ എടുക്കുന്നതിന്റെ ആ ഒരു ബുദ്ധിമുട്ട്. എല്ലാരും കാണുമ്പോൾ വിചാരിക്കും, ഓ എന്തായിരുന്നു വീഡിയോ എടുത്ത് ഇപ്പം എന്ത് ഡെയിലി കുക്ക് ചെയ്യുന്ന സംഭവം എടുത്തങ്ങ് ഇട്ടാൽ പോരെ, എന്ത് ഇത്ര പാടെന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ വീഡിയോ എടുക്കുന്നവർക്കറിയാം ഈ കുക്കിംഗ് വീഡിയോ, പ്രത്യേകിച്ച് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്ന വീഡിയോ നമുക്കങ്ങ് സംസാരിച്ചാൽ മതി. പക്ഷെ ഈ കുക്കിംഗ് വീഡിയോ എടുക്കുക എന്ന് പറയുന്നത് അത് പ്രത്യേകിച്ച് ഇങ്ങനെ വ്ലോഗ് പോലെ ഒരു റെസിപ്പി കാണിക്കുക എന്ന് പറയുന്നതും നമ്മളെല്ലാം അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നമുക്കൊരു സമയം വേണം, ക്ഷമ വേണം, ആ ഒരു രീതിയിൽ വൃത്തിയായിട്ടെല്ലാം എടുക്കുക എന്നുള്ളത്. അതുപോലെ ഒരു വ്ലോഗ് എടുക്കുക, ഈ കുക്കിംഗ് വ്ലോഗ് എടുക്കുക എന്ന് പറയുന്നതും ഈ ലഞ്ചിന്റെ ഒക്കെ എടുക്കുക എന്ന് പറയുന്നതും പിന്നെ എനിക്കത് ഇഷ്ടം. എനിക്ക് ഈ ക്യാമറ എനിക്കിങ്ങനെ അത് എടുക്കുന്നതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി സാധാരണ ഒരു ട്രാവൽ വ്ലോഗ് എടുക്കുമ്പോഴും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതിപ്പോ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മളെല്ലാം ഈ കുന്തം കൊണ്ട് നടക്കണ്ടേ, അത് ഇച്ചിരി പാടുള്ള കാര്യം തന്നെ, അതും പാടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ അത് വീഡിയോ എടുക്കുന്നവർക്ക് മനസ്സിലാവും അത് നമ്മൾ ആ എടുക്കുന്നതിന്റെ ആ എഫേർട്ട് എന്തുമാത്രം ഉണ്ടെന്നുള്ള കാര്യം. നമുക്ക് ഒരു കൂട്ടാൻ വെക്കാൻ 5 മിനിറ്റ് കൊണ്ട്, ഒരു മോരാച്ചത് ഉണ്ടാക്കാൻ 5 മിനിറ്റ് മതി. പക്ഷെ നമ്മളത് വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അത് അരമണിക്കൂറാകും. സത്യമായിട്ട് അങ്ങനെയാണ്. പിന്നെ ഈ ഷോർട്സ് എടുക്കുന്നതിലും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ എഫേർട്ട് എടുക്കുന്നത് ഇഷ്ടമായതുകൊണ്ടും എനിക്ക് അങ്ങനെയുള്ള ആ ഒരു, പിന്നെ അത് എഡിറ്റ് ചെയ്യുന്നതും എനിക്ക് അതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളായതുകൊണ്ടും എനിക്കതിന് വലിയ കുഴപ്പമില്ല. പക്ഷെ അതെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലുള്ളതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അത് ശ്രീഹരിക്ക് മാത്രം. എന്നിട്ട് ശ്രീഹരി എന്നോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ ഇത്ര ക്ഷീണിക്കുന്ന, ആ ഒരു ക്ഷീണം ഇങ്ങനെ. പക്ഷെ എനിക്ക് അത് എനിക്ക് കുഴപ്പം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അതും എൻ്റെ ഒരു എനിക്കത് ഭയങ്കര മാനസികമായി എനിക്കൊരു സന്തോഷം തരുന്ന സംഗതിയാണത്. അപ്പോ അങ്ങനെയൊക്കെയാണ് എൻ്റെ കുറച്ച് ഒരു 2022 തുടങ്ങിയതാണ് എൻ്റെ ഇങ്ങനെയുള്ള അസുഖ കേസുകൾ. പ്രത്യേകിച്ചും നമ്മുടെ സ്റ്റൊമക് സംബന്ധമായ കാര്യങ്ങൾ. ആ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നു കോവിഡിന് ശേഷം എൻ്റെ ഇമ്മ്യൂണിറ്റി കുറേ പോയിട്ടുണ്ട്. ആ ഒരു ഇമ്മ്യൂണിറ്റി ഇനി വീണ്ടെടുക്കണം. വെയിറ്റ് ആണെങ്കിൽ എല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് അത്യാവശ്യം പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ ഞാൻ ഇച്ചിരി വെയിറ്റ് വെക്കുന്ന ശരീരപ്രകൃതമാണ്. പക്ഷെ എനിക്ക് വെയിറ്റ് കുറയ്ക്കാനും പറ്റും. അതാണ് എൻ്റെ വേറൊരു കാര്യം. ഞാൻ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുമെന്നും എനിക്ക് നല്ല ബോധ്യമുള്ള അങ്ങനെ ഒരു ബോഡി ടൈപ്പാണ് എൻ്റെ. അപ്പം നല്ല വെയിറ്റ് വെച്ച് കഴിഞ്ഞ് പിന്നെ ഇത്രയും വെയിറ്റ് കുറയുന്നത്, ഇപ്പം ഞാൻ എത്ര 50 ഇപ്പം അങ്ങാണ്ട് 1 കിലോ അങ്ങാണ്ട് കൂടിയിട്ടുണ്ട്. ഞാൻ ഈ 63, 64ന് 58 സംതിങ് ആയി ഈ ടൈഫോയിഡ് വന്നപ്പോഴത്തേനും. ഇപ്പൊ ഞാൻ പതുക്കെ ഒരു 59ലേക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. 59 സംതിങ് ആ ഒരു ഇതിലേക്ക് വന്ന് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചവെള്ളം കുടിച്ചാലും വണ്ണം വെക്കുന്ന രീതിയിലായിരുന്നു. ഇപ്പൊ എനിക്ക് അങ്ങനൊന്നും അത്രയൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇപ്പൊ ഞാൻ പണ്ടത്തെ പോലെ അങ്ങനെ ആഹാരം കഴിപ്പിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ചൊന്ന് ശ്രീഹരി എന്നെ പറയാൻ തുടങ്ങി കഴിക്കണമെന്നുള്ള കാര്യം. കാരണം ശ്രീഹരിക്ക് കാണുമ്പോഴാണേലും ഞാൻ കഴിപ്പ് എൻ്റെ കുറയുന്നു എന്നുള്ള ഒരു ഫീലിംഗ് തോന്നുന്നുണ്ട്. കാരണം എന്താ തരത്തില അതിനു മുമ്പ് ഞാൻ എനിക്ക് വിശപ്പുണ്ട്, പക്ഷെ ഞാൻ ആ ഒരു അളവ് എനിക്ക് ഭയങ്കരമായിട്ടും കുറഞ്ഞു പോയി. അങ്ങനത്തെ പിന്നെ പല കാര്യങ്ങളും. എനിക്ക് റാഗി ഒന്നാമത്തെ കാര്യം തൈറോയിഡ് ഉള്ളത് കൊണ്ട് റാഗി ചീത്തയാണ്ട് ഞാൻ റാഗി അധികം ഇപ്പം കഴിക്കുന്നില്ല. അപ്പൊ എനിക്ക് ഇവിടുന്നാണെങ്കിൽ ഇവിടെ നല്ല റാഗി മാവ് കിട്ടും ദോശക്കൊക്കെയുള്ള. പക്ഷെ ഈ അരി ഉഴുന്ന് അരച്ച മാവ് ഞാൻ തന്നെ അരയ്ക്കണം. ചില സമയത്ത് എനിക്ക് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും. ഇപ്പം കുറച്ച് ദിവസമായിട്ട് കുഴപ്പമില്ല. കുറച്ച് എനിക്കത് നിന്ന് അരയ്ക്കുന്ന കാര്യമൊക്കെ എനിക്ക് പണ്ടത്തെ പോലെ ആ ഒരു ഇതൊന്നും എനിക്ക് തോന്നാറില്ല. അപ്പൊ എനിക്ക് ഈ വാങ്ങിക്കുന്ന മാവോട്ട് എനിക്ക് വലുതായിട്ട് ഇഷ്ടമല്ല ഇവിടുത്തെ. അപ്പം ഇപ്പൊ ഞാനങ്ങനെ എൻ്റെ ബോഡി ഇതാക്കി ഞാൻ മെനക്കെടലൊക്കെ ഞാനങ്ങ് നിർത്തി. എനിക്ക് വയ്യാന്ന് തോന്നുമ്പോൾ ഞാൻ ആ വയ്യാഴിക കവച്ച് വെച്ച് ഞാൻ ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്ക് ആ കോവിഡ് വന്നപ്പോ തൊട്ടേ ഞാനത് നിർത്തി. കുറച്ച് നമ്മുടെ ബോഡിയെ നമ്മൾ തന്നെ സ്നേഹിക്കണം. നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്തില്ലെങ്കിൽ വേറെ ആരും നമുക്കൊന്നും ചെയ്തു തരത്തില്ല. അതുകൊണ്ട് അപ്പം എന്നെ ഞാൻ നല്ലപോലെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ ഇപ്പം ആ ക്ഷീണം കവച്ച് വെച്ച് ഞാനൊന്നും
ചെയ്യണ്ടെന്ന് എനിക്ക് തോന്നി. ഞാൻ അത് മതി എന്നുള്ള രീതിയിലായി. ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, ഇഷ്ടമുള്ള കാര്യങ്ങൾ കഴിക്കുക, അല്ലാത്ത ഞാൻ കഴിക്കത്തുമില്ല, ഞാൻ ചെയ്യത്തുമില്ല. അതിപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഇപ്പം ആര് പറഞ്ഞാലും എന്തൊക്കെ കിടന്ന് ഇതായാലും ഞാനിപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല, ഒന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ചുകൂടെ ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടുതലും ഞാൻ മാനസികമായിട്ടും ഞാൻ ഇങ്ങനെ എന്താ കൂടുതലും നമ്മുടെ മാനസികം ഒരു ഭയങ്കര ഒരു ഘടകമാണ് എല്ലാ കാര്യത്തിലും. അപ്പം നമ്മുടെ മനസ്സിനെ നമ്മൾ തന്നെ സന്തോഷപ്പെടുത്തിയില്ലെങ്കിൽ വേറെ ആരും സന്തോഷപ്പെടുത്താൻ വരത്തില്ല. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക. ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് എല്ലാ സ്ത്രീകളാണേലും പുരുഷന്മാരാണേലും ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വേണ്ട കാര്യമാണ്. എന്താ പറയുക, ഈ സെൽഫ് ലവ് എന്ന് പറഞ്ഞ സംഭവം ജീവിതത്തിൽ അത്യാവശ്യമായി വേണ്ട കാര്യമാണ്. അപ്പം അത് ചെയ്യുക. നമ്മുടെ ബോഡി നമ്മുടെ ഈ പറഞ്ഞുള്ള കാര്യങ്ങൾ, അത് ഈ കുറേ അസുഖങ്ങൾ ഇങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. അതുവരെ ഞാൻ അങ്ങനെ വലിയ ഇപ്പം ഒരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിലല്ലായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയല്ല. ഞാൻ ഒരു നേരം ആഹാരം ഈ പറഞ്ഞാൽ ആരൊക്കെ തലകുത്തി മറിഞ്ഞാലും, അതെ ശ്രീഹരിയാണ് എന്നെ കൂടുതൽ പഠിപ്പിച്ചതും. ആരൊക്കെ തലകുത്തി മറിച്ചെന്ന് പറഞ്ഞാലും എന്ന് പറഞ്ഞാലും അത് കഴിച്ചിരിക്കണം. ആ ഒരു നേരം ഇപ്പം എന്തൊക്കെ പറ്റുന്നാലും നിനക്ക് കഴിക്കാനുള്ളത് കഴിക്കുകയും ചെയ്യണം. എല്ലാം ആ ഒരു രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ എന്തായിരുന്നു, അങ്ങനെയൊക്കെയാണ്. കുറേ നേരമായി. വലിയ വീഡിയോ ആയിരിക്കും, കേട്ടിരിക്കാൻ താല്പര്യമുള്ളവർ കേട്ടിരിക്കുക. പിന്നെ എനിക്ക് ഇത് പറയാൻ കാര്യം, ഞാനിങ്ങനെ പുറകോട്ട് നിന്നപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഈ 2 കൊല്ലം കൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ ചിന്തിച്ചു. ഈ അസുഖം കോവിഡിന് ശേഷം എന്തെല്ലാം കാര്യങ്ങൾ, അതുവരെ എനിക്കിങ്ങനെ ഒരു കണ്ടന്റേ ഇല്ല ആക്ച്വലി. എനിക്കൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടെന്നുള്ള അല്ലാതെ, ഇടയ്ക്ക് പനി വരും, ജലദോഷം വരും, അങ്ങനെയുള്ള അല്ലാതെ ഇങ്ങനെ നമ്മുടെ മാനസികാവസ്ഥയും കൂടെ തകർത്ത് കളയുന്ന രീതിയിലുള്ള സംഭവങ്ങളൊന്നും എൻ്റെ ഹെൽത്ത് ഇഷ്യൂ ബേസിൽ, ഹെൽത്ത് വൈസ് എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷേ ഈ 2 കൊല്ലം ഭയങ്കരമായിരുന്നു. അങ്ങനെയുള്ള എനിക്ക് ഈ സെപ്റ്റംബർ ആയപ്പം പെട്ടെന്ന് എനിക്കിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ആക്ച്വലി തോന്നി. കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. സെപ്റ്റംബർ മാസം ഫുൾ ഞാൻ നെഞ്ചിടിച്ചു. ഓഗസ്റ്റ് ഫുൾ ഞാൻ ശരീരം മൊത്തം വേദന എടുത്ത് നടന്നു. സെപ്റ്റംബർ മാസം ഫുൾ ഞാൻ നെഞ്ചിടിച്ചുകൊണ്ട് നടന്നു. എപ്പോഴും പാൽപിറ്റേഷൻ വരുന്ന ഒരു ഫീലിംഗ്. പാൽപിറ്റേഷൻ വന്നു, കുറച്ച് കഴിയുമ്പം നിൽക്കും, പിന്നെ വീണ്ടും കുറച്ച് കഴിയുമ്പോൾ പാൽപിറ്റേഷൻ വരും, അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം ഈ സംഭവം അന്ന് കണ്ടുപിടിച്ച് ഒരു ഭയങ്കരമായിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെ നമുക്കിങ്ങനെ ഈ ബാക്ക് ടു ബാക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരിക, നമ്മുടെ ഒരു മെൻ്റലി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേനും നോർമലായിട്ട് കാണിക്കുക, എന്നാലും നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുക, അങ്ങനെയുള്ള കാണും. മിക്കവാറും പേർക്കൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.